ഇന്ന് നമുക്കൊരു ബ്രെഡ് കൊണ്ടൊരു വട ഉണ്ടാക്കാം. അതിന് ഞാൻ 4 ബ്രെഡ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 4 സ്പൂണ് റവ ഇടുക. പിന്നെ ഇതിനാവശ്യമായിട്ട് ഒരു സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ശകലം കറിവേപ്പില. ഇനി ഇതിനകത്തോട്ട് ഒരു സ്പൂൺ തൈര് ചേർക്കുക. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. ഇനി ഇതിനകത്തോടെ ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കണം, ഒരു നുള്ള്. ഒരു ശകലം കായപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് കുഴച്ച് ഒരു 15 മിനിറ്റത്തേക്ക് വെച്ചേക്കണം. ഇനി നമുക്ക് ഇതിനകത്തൊരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്കിനി ഒരു 15 മിനിറ്റത്തേക്കൊന്ന് അടച്ചു വെച്ചേക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഇപ്പം എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ, അപ്പം നമുക്ക് ഉണ്ടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. കയ്യിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. എണ്ണയിലോട്ട് നമ്മൾ നടുക്ക് ഒരു കുഴി പോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ടിടാം. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതാ ഈ കളറായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിപ്പോൾ ആയി. നമുക്കിനി ഇതെടുക്കാം. എണ്ണ തന്നെ വേണമെന്നില്ല, വെള്ളവും കൊണ്ട് നമുക്കിത് ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങെടുക്കാം. ഇനി നമുക്ക് ബാക്കി എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്.